എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ തമിഴ്നാട് സർക്കാർ ഇന്ന് പുറത്തിറക്കിയ 21 പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. അതിനാൽ ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത്. ഇതുവരെ ദി ലാസ്റ്റ് ഐ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ ലഭിക്കാൻ ബെൽ ഐക്കോൺ അമർത്തുകയും ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. 1. ജൂൺ 1 മുതൽ പുതിയ ടോൾ നിരക്കുകൾ. തമിഴ്നാട്ടിലെ 60 ടോൾ പ്ലാസകളിൽ ജൂൺ 1 മുതൽ പുതുക്കിയ ടോൾ നിരക്കുകൾ നിലവിൽ വരുമെന്ന് ദേശീയപാത അതോറിറ്റി NHAI അറിയിച്ചു. സാധാരണയായി ഏപ്രിലിൽ നടപ്പിലാക്കുന്ന വാർഷിക ടോൾ വർധന തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കാരണം താൽക്കാലികമായി മാറ്റിവച്ചിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിനാൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. വാഹന വിഭാഗം അനുസരിച്ച് മാസപാസ് നിരക്കുകൾ 5 രൂപ മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ നിരക്കുകൾ അടുത്ത വർഷം മാർച്ച് 31 വരെ പ്രാബല്യത്തിൽ തുടരും. 2. SSLC മാർക്ക് ലിസ്റ്റിൽ തിരുത്തലിന് അവസരം. തമിഴ്നാട് 10ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക മാർക്ക് സർട്ടിഫിക്കറ്റിലെ പേര്, ജനനത്തീയതി, ഫോട്ടോ, പഠനമാധ്യമം തുടങ്ങിയ വിവരങ്ങളിൽ തിരുത്തൽ നടത്താൻ അവസാന അവസരം നൽകിയിട്ടുണ്ട്. സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ ഈ തിരുത്തലുകൾ പരിശോധിച്ച് ജൂൺ 4 നകം ജില്ലാ പരീക്ഷാ ഓഫീസുകളിൽ സമർപ്പിക്കണം. 3. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പരിഗണനയിൽ. കാഗിത നോട്ടുകൾക്ക് പകരം പോളിമർ പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. കടലാസ് നോട്ടുകൾ വേഗത്തിൽ കേടാകുന്നതിനാൽ കൂടുതൽ ദൈർഘ്യമുള്ള പോളിമർ നോട്ടുകൾ പ്രായോഗികമാകുമെന്ന് വിലയിരുത്തുന്നു. 4. ചൂട് തരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMD ജൂൺ മാസത്തിലും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ ചൂട് തരംഗ സാഹചര്യം തുടരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. 5. ക്ഷേത്ര ജീവനക്കാർക്കെതിരെ നടപടി. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ വേഗത്തിലുള്ള ദർശനത്തിനായി പണം വാങ്ങിയെന്നാരോപിക്കപ്പെട്ട ഒരു പൂജാരിയെ സർവീസിൽ നിന്ന് പുറത്താക്കി. സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ 2 സുരക്ഷാ ജീവനക്കാരെയും നീക്കം ചെയ്തു. ഭക്തരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായി ആരോപണമുള്ള 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 6. അപേക്ഷകൾ ആരംഭിച്ചു. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 19 ആണെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി NTA അറിയിച്ചു. പരീക്ഷ 18 ജൂൺ 17 തീയതികളിൽ നടക്കും. 7. തമിഴ്നാട്ടിൽ മഴ സാധ്യത. ചെന്നൈ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കടുത്ത വേനൽച്ചൂട് അവസാനിച്ചിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട മുകളന്തരീക്ഷ ചക്രവാതജലനങ്ങളുടെ സ്വാധീനത്താൽ കോയമ്പത്തൂർ, ദിണ്ടിഗൽ, നീലഗിരി, തേനി, മധുര, വിരുദുനഗർ തുടങ്ങിയ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട്. 8. റദ്ദാക്കിയ നീറ്റ് പരീക്ഷാ ഫീസ് തിരികെ ലഭിക്കും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫീസ് തിരികെ ലഭിക്കുന്നതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 22 വരെ നീട്ടി. 9. CUET പരീക്ഷാ ഷെഡ്യൂളിൽ മാറ്റം. ബക്രീദ് അവധിയെ തുടർന്ന് CUET പരീക്ഷയുടെ തീയതികളിൽ മാറ്റം വരുത്തി. പരീക്ഷകൾ മെയ് 31, ജൂൺ 6, ജൂൺ 7 തീയതികളിൽ നടക്കും. 10. പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചു. 1 ലിറ്റർ പെട്രോളിന് 24 പൈസയും ഡീസലിന് 23 പൈസയും വർദ്ധിപ്പിച്ചു. ഇത് വാഹന ഉപയോക്താക്കളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. 11. ട്രെയിൻ സർവീസുകളിൽ മാറ്റം. തിരുപ്പൂർ പ്രദേശത്ത് നടക്കുന്ന അറ്റകുറ്റപ്പണികൾ കാരണം ചില ട്രെയിനുകളുടെ സർവീസിൽ മാറ്റം വരുത്തി. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിനും ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിനും അധിക സ്റ്റോപ്പുകളും വൈകല്യവും ഉണ്ടാകും. 12. സർക്കാർ ബോണ്ട് ലേലം. 2500 കോടി രൂപ മൂല്യമുള്ള സർക്കാർ ബോണ്ടുകൾ ജൂൺ 2 റിസർവ് ബാങ്ക് വഴി ലേലം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. 13. ബക്രീദ് അവധിക്കാല പ്രത്യേക ബസുകൾ. ബക്രീദ് അവധിക്കാലത്ത് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ബംഗളൂരു, തിരുപ്പൂർ, ഈറോഡ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് പ്രത്യേക ബസുകൾ ഓടിക്കും. 14. LPG ഉപഭോക്താക്കൾ EKYC പൂർത്തിയാക്കണം. പ്രത്യേകിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് EKYC നടപടികൾ നിർബന്ധമായും പൂർത്തിയാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സബ്സിഡി നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. 15. വിദ്യാർത്ഥികൾ ഇരുചക്രവാഹനം ഓടിക്കുന്നതിനെതിരെ കർശന നടപടി. ലൈസൻസ് ഇല്ലാതെ സ്കൂളിലേക്ക് ഇരുചക്രവാഹനവുമായി എത്തുന്ന വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. രക്ഷിതാക്കളെത്തി കൗൺസലിംഗ് സ്വീകരിച്ച ശേഷം മാത്രമേ വാഹനം തിരികെ നൽകുകയുള്ളൂ. 16. പൗർണമി ഗിരിവലത്തിനായി പ്രത്യേക മെമു ട്രെയിൻ. തിരുവണ്ണാമലയിലെ പൗർണമി ഗിരിവലത്തിനായി മെയ് 31 വിളുപ്പുറം തിരുവണ്ണാമലൈ റൂട്ടിൽ പ്രത്യേക മെമു ട്രെയിൻ സർവീസ് നടത്തും. 17. ഹൈദരാബാദ് കൊല്ലം പ്രത്യേക ട്രെയിൻ സർവീസ് നീട്ടി. ഹൈദരാബാദ് കൊല്ലം ആഴ്ചതോറുമുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് ജൂൺ മാസത്തേക്കും നീട്ടിയിട്ടുണ്ട്. 18.
എറണാകുളം ചെന്നൈ എഗ്മോർ പ്രത്യേക ട്രെയിൻ യാത്രക്കാരുടെ അധിക തിരക്ക് പരിഗണിച്ച് കോയമ്പത്തൂർ സേലം 19 സ്ഥലംമാറ്റ അപേക്ഷകളിൽ മന്ത്രിയുടെ മുന്നറിയിപ്പ് തമിഴ്നാട് ആരോഗ്യമന്ത്രി അരുണ് രാജ് ജീവനക്കാർ നേരിട്ട് സ്ഥലംമാറ്റത്തിനോ നിയമനത്തിനോ വേണ്ടി സമീപിക്കരുതെന്ന് നിർദ്ദേശിച്ചു. എല്ലാ സ്ഥലംമാറ്റങ്ങളും ഔദ്യോഗിക കൗൺസലിംഗ് സംവിധാനത്തിലൂടെയായിരിക്കും. 20 UPSC പ്രാഥമിക പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. 2026-ലെ UPSC സിവിൽ സർവീസസ് പ്രീലിമിനറി എക്സാമിനേഷനിന്റെ താൽക്കാലിക ഉത്തരസൂചിക പുറത്തിറക്കി. ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 31 വൈകിട്ട് 6 മണിവരെ ഓൺലൈനായി എതിർപ്പുകൾ സമർപ്പിക്കാം. 21 പരന്തൂർ വിമാനത്താവള പദ്ധതി നിർത്തിവെച്ചു. പരന്തൂർ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ തമിഴ്നാട് സർക്കാർ നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ. ഏറ്റെടുത്ത ഭൂമി ഭക്ഷ്യസംസ്കരണ, വ്യവസായ പാർക്ക് പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വഴി എറണാകുളത്തിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു.